السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, വണ്ടൂർ ജാമിഅ വഹബിയ വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ഇസ്ലാം 60 പ്രഭാഷണ പരമ്പരയിലെ ഇസ്ലാം പരിഹാരമാണ് എന്ന സീരീസിൽ ഉൾപ്പെടുന്ന 36ാമത് പ്രഭാഷണമാണ് ആത്മീയത എന്ത് എന്ന ശീർഷകത്തിൽ പിന്നീട് നടത്തപ്പെടാനുള്ളത്. എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യമാണ് ആത്മീയത എന്ത് എന്നത്. പലരും ആത്മീയതയെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനെ യഥാവിധം മനസ്സിലാക്കുന്നിടത്ത് പലർക്കും തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ട്. വിവിധ മതങ്ങളെയും ആശയധാരകളെയും പരിശോധിച്ചു നോക്കുമ്പോൾ ആത്മീയതയെ പലപ്പോഴും സാധാരണ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഒന്നായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ചിലർ ആത്മീയത എന്നാൽ മനുഷ്യ സഹജമായ എല്ലാ ആഗ്രഹങ്ങളെയും അടിച്ചമർത്തലാണ് എന്ന് കരുതുന്നു. ചിലർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കലാണെന്ന് കരുതുന്നു. മറ്റു ചിലർ ജീവിതം മുഴുവൻ ഭിക്ഷയാചിച്ച് നടക്കലാണെന്ന് കരുതുന്നു. കുടുംബബന്ധങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാ മനുഷ്യബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായി അകന്ന് ഒരു ഏകാന്തവാസം നയിക്കലാണ് എന്ന് കരുതുന്നവരും ഉണ്ട്. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്ന പരിശുദ്ധ ഇസ്ലാമിൽ ആത്മീയത എന്ത് എന്നതിനും കൃത്യമായ വിശദീകരണമുണ്ട്. ഇസ്ലാമിലെ ആത്മീയത എന്നത് മനുഷ്യനെ അവന്റെ സാധാരണ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒന്നല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ഒന്നാണ്. ഒരു അധ്യാപകന് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കലോടുകൂടി തന്നെ ആത്മീയത കൈവരിക്കാനാകും. ഒരു കച്ചവടക്കാരൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, ഒരു സ്ത്രീ തന്റെ വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, ഒരു വിദ്യാർത്ഥി പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴുമെല്ലാം എന്ന് വേണ്ട, ഒരാളുടെ പ്രവർത്തന മേഖല എന്തുതന്നെയായാലും തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ആത്മീയത ആസ്വദിക്കാനാകും. ഇസ്ലാം മനുഷ്യനോട് സ്വാഭാവിക ജീവിതം ത്യജിക്കുവാൻ ആവശ്യപ്പെടുന്നില്ല. ശരിയായ മനോഭാവത്തോടുകൂടി എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആത്മീയത? മനുഷ്യൻ എന്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനസ്സിൽ എപ്പോഴും സന്നിഹിതനായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ആത്മീയത. അവൻ ജോലി ചെയ്യുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അവന്റെ ബോധത്തിൽ നിന്ന് അള്ളാഹു ഒരിക്കലും മറയുന്നില്ല. ഇതിന്റെ അർത്ഥം എപ്പോഴും നാവുകൊണ്ട് എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നല്ല, മറിച്ച് അവന്റെ ഹൃദയം എപ്പോഴും അള്ളാഹുവുമായി കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇത് മനസ്സിലാക്കാൻ ലളിതമായ ഒരു ഉദാഹരണം എടുക്കാം. ഉത്തരവാദിത്തമുള്ള ഒരു ഡ്രൈവർ റോഡിലൂടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് അവൻ എപ്പോഴും ബോധവാനായിരിക്കുമല്ലോ. അവൻ സംസാരിക്കുന്നുണ്ടാകാം, അവൻ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ അതോടൊപ്പം അവന്റെ മനസ്സിൽ ട്രാഫിക് നിയമങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ടാകും. ഇതുപോലെ ആത്മീയത സ്വായത്തമാക്കിയ ഒരു വ്യക്തി തന്റെ ജീവിതം നയിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നിലനിർത്തിക്കൊണ്ടാണ്. പ്രസിദ്ധമായ ഹദീസിൽ ഇഹ്സാൻ എന്തെന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന മറുപടി മേൽപ്പറഞ്ഞ ആശയത്തെ വളരെ ഹ്രസ്വവും മനോഹരവുമായി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാഹ്. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കുക. നിനക്ക് അവനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ഹദീസ് ഹൃദയത്തിന്റെ 2 അവസ്ഥകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നമ്മുടെ ഇമാമുകൾ വിശദീകരിക്കുന്നു. ആദ്യത്തെ അവസ്ഥയാണ് മുഷാഹദ. ഹദീസിലെ കഅന്നക തറാഹു, നീ അവനെ കാണുന്നത് പോലെ എന്ന ഭാഗമാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഈ ലോകത്ത് വെച്ച് നമുക്കൊരിക്കലും അള്ളാഹുവിനെ കാണുവാൻ സാധിക്കുകയില്ല. എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൺമുമ്പിൽ കണ്ടാൽ ലഭിക്കുന്ന കണ്ടറിവിനോളം ശക്തമായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഒരു അടിമക്കുണ്ടാവുകയും സദാസമയം തന്റെ റബ്ബിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് പോലെ അവനക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. രണ്ടാമത്തെ അവസ്ഥയാണ് മുറാഖബ. ഹദീസിലെ ഫഇന്നഹു യറാ, തീർച്ചയായും അള്ളാഹു നിന്നെ സദാ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന ഭാഗമാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഒരു അടിമ എപ്പോഴും അള്ളാഹു തന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് ഓർക്കുന്നു. അവൻ ഒറ്റക്കായിരിക്കുമ്പോഴും ജനങ്ങൾക്കിടയിലായിരിക്കുമ്പോഴും അള്ളാഹു അവനെ കാണുന്നുണ്ട്.
അവൻ ചെയ്യുന്ന സൽപ്രവർത്തികളെ ആരും കാണുന്നില്ലെങ്കിലും, അവൻ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ഈ ബോധമാണ് മുറാഖബ. ഈ രണ്ട് അവസ്ഥകളും, മുശാഹദയും മുറാഖബയുമാണ് ഇസ്ലാമിക ആത്മീയതയുടെ പ്രധാന ഘടകങ്ങൾ. ഇനി ആത്മീയതയുടെ മറ്റൊരു പ്രധാന ലക്ഷണമുണ്ട്. നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ എന്തുതന്നെ സംഭവിച്ചാലും, അത് ഗുണകരമായതോ അല്ലാത്തതോ ആവട്ടെ, അതെല്ലാം സ്രഷ്ടാവായ അള്ളാഹുവിന്റെ മുൻ തീരുമാനവും വിധിയുമാണെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഒരു വിശ്വാസം അവന് തണലായി മാറും. ഒരു ദരിദ്രൻ പെട്ടെന്ന് സമ്പന്നനാവുകയോ, ഒരു സമ്പന്നൻ ദരിദ്രനായി മാറുകയോ, ആരോഗ്യവാനായ ഒരാൾ രോഗിയാവുകയോ, രോഗം ഭേദപ്പെട്ട് ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വരികയോ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും, ഏതേത് പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നാലും, പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തി നേടലായാലും, ഇതെല്ലാം നമ്മുടെ കാര്യത്തിൽ സംഭവിക്കാനുള്ളതായി സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പേ തീരുമാനിച്ചു വെച്ച അവന്റെ നിയതികളാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആത്മീയത എന്തെങ്കിലും ബാഹ്യ പ്രകടനങ്ങളോ കാട്ടിക്കൂട്ടലുകളോ അല്ല, മറിച്ച് സർവവും അള്ളാഹുലേക്ക് സമർപ്പിക്കുന്ന മനോഭാവത്തിലേക്ക് എത്തിപ്പെടലാണ്. ഒരാൾ തൻ്റെ ആഗ്രഹങ്ങളെയും വിവിധ പദ്ധതികളെയും ജയപരാജയങ്ങളെയും സന്തോഷ സന്താപങ്ങളെയും എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ മനോഭാവം എത്ര കണ്ട് ഒരാളുടെ മനസ്സിൽ രൂഢമൂലമാകുന്നുവോ, അത്രത്തോളം അതിന്റെ സത്ഫലങ്ങൾ അവന്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകുവാൻ തുടങ്ങും. അവന്റെ നമസ്കാരം മെച്ചപ്പെടും, സ്വഭാവവും മറ്റ് ആരാധനകളുമെല്ലാം കൂടുതൽ മെച്ചപ്പെട്ടതായി. ഇതിന്റെ എല്ലാം അടിവേര് ഹൃദയത്തിന്റെ പ്രത്യേകമായ ആത്മീയാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആത്മീയത ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കലല്ല, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറലോ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കലോ അല്ല. യഥാർത്ഥ ആത്മീയത ജനങ്ങൾക്കിടയിൽ സാധാരണ ജീവിതം നയിക്കലോടൊപ്പം അള്ളാഹുവിന്റെ സ്മരണയിലായി കഴിഞ്ഞുകൂടലാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആത്മീയത. ഓരോ മനുഷ്യനും അനുഭവിച്ചറിയാൻ കഴിയുന്നതും പ്രായോഗികവുമായ ആത്മീയത. ഈ ആത്മീയതയുടെ മധുരം നുകർന്നു ജീവിക്കാൻ നാഥൻ നമുക്കേവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.